ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. മോശ അഹ്റോനോട് ചോദിച്ചു, നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തിവെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? ഈ വചനം പറയുന്ന പശ്ചാത്തലം നമുക്കറിയാം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ട ജനം 3 മാസവും 3 ദിവസവും യാത്ര ചെയ്ത് സീനായ് മലയുടെ അടിവാരത്ത് എത്തിച്ചേരുന്നു. മോശ മലയിലേക്ക് കയറിപ്പോകുന്നു ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. അവൻ അവിടെ 40 ദിവസം 40 രാവും 40 പകലും ഭക്ഷണ പാനീയങ്ങൾ വെടിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ താഴ്വാരത്തിലുണ്ടായിരുന്ന ജനം അഹ്റോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ സ്വർണം കൊണ്ട് വാർത്തുണ്ടാക്കി അതിനു മുന്നിൽ നൃത്തം ചെയ്യുകയും ആരാധിക്കുകയും എല്ലാവിധ മ്ലേച്ഛ വിനോദങ്ങളിൽ മുഴുകുകയും ചെയ്തു. ഈ ജനം പറഞ്ഞു, ഈജിപ്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചത് ഈ കാളക്കുട്ടിയാകുന്നു. അങ്ങനെ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു ജനം. താഴ്വരയിലും ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശ മലയുടെ മുകളിലും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ തിരുസഭ മുഴുവൻ ഉപവസിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴും അനേകം ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോകുന്നത് ഇതാണ്. അനേകര് പ്രാർത്ഥിക്കുമ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥന അർഹിക്കുന്നുവോ, അവരുടെ മനസ്സിൽ ലോകവും ലോകത്തിൻ്റെ വിനോദവും നിറഞ്ഞിരിക്കുകയും ഈ ഉപവാസ പ്രാർത്ഥനകളോട് സഹകരിക്കാതെ പാപത്തിൻ്റെ സന്തോഷത്തിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ഈ ഉപവാസത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ സഭയുടെ പരിത്യാഗത്തിൻ്റെയോ യാതൊരു പ്രയോജനവും ഇവർക്ക് കിട്ടാതെ പോകുന്നു. മോശ താഴെ വന്ന് ജനങ്ങളുടെ നേതാവായ പ്രധാന പുരോഹിതനായ അഹ്റോനോട് ചോദിക്കുന്നതാണ്, ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തിവെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയും ദൈവ അനുഗ്രഹങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കുകയും ചെയ്യുന്നു. എങ്കിലും പലപ്പോഴും പലർക്കും അത് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അവർ ലോകത്തെ വിടാനോ ദൈവനിഷേധത്തിൽ നിന്ന് പിന്മാറാനോ തയ്യാറാകാതെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ പ്രയോജനം ആഗ്രഹിക്കുന്നു. എന്നാൽ അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ശിക്ഷയും ഇവരുടെ മേൽ വന്നു ചേരുന്നു. മോശ പറയുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവര് മാറി നിൽക്കട്ടെ. അങ്ങനെ ലേവി ഗോത്രത്തിലെ പുരുഷന്മാരെല്ലാം തങ്ങളുടെ പാർശ്വങ്ങളിൽ വാളും ധരിച്ച് മാറി നിന്നു. മോശ പറഞ്ഞതുപോലെ സ്വന്തക്കാരനെന്നോ സ്വന്തം ഗോത്രമെന്നോ സഹോദരനെന്നോ സുഹൃത്തെന്നോ നോക്കാതെ മുന്നിൽ കണ്ടവരെയെല്ലാം വാളിന് വെട്ടിവീഴ്ത്തി. അന്ന് 3000 ആളുകള് മരിച്ചു വീണു. പ്രിയപ്പെട്ടവരെ, ഉപവാസവും പ്രാർത്ഥനയും മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. എന്നാൽ ഏത് മനോഭാവത്തോടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഭവനം, ഒരു കുടുംബനാഥൻ പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർ അതിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ശിക്ഷകൾ വരുത്തിവെക്കുകയും ചെയ്യും. ജനത്തിൻ്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് ഈ ജനത്തെ ഈ അഴിഞ്ഞാട്ടത്തിലേക്കും ഈ തിന്മയിലേക്കും വിട്ടുകളഞ്ഞു? എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തിവെക്കാൻ കാരണമായി തീർന്നു? എന്തുകൊണ്ട് ഇവരെ പാപം ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞില്ല? ഓരോ കുടുംബനാഥനും തങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ പാപത്തിൽ വീഴാതെ കാത്തുരക്ഷിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. കുടുംബനാഥൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിലുള്ള ബാക്കി ആളുകൾ അതിനോട് സഹകരിക്കുകയും അവരും പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യണം. അതുപോലെ സഭയും എല്ലാവരും പ്രാർത്ഥിക്കുകയും എല്ലാവരും ഉപവാസത്തോട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവ അനുഗ്രഹങ്ങൾ വന്നു ചേരും. എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ മറ്റു ഒരു വിഭാഗം അനുദപിച്ച് ഉപവസിക്കുമ്പോൾ ഒരു വിഭാഗം ഈ ലോകത്തിൻ്റെ മ്ലേച്ഛ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അനുഗ്രഹങ്ങളല്ല, ഒരുപക്ഷെ ശിക്ഷകൾ തന്നെ വന്നു ചേരാൻ കാരണമായി തീരാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.